തിരുനാളിന് എത്തുന്നവർക്കെല്ലാം ജാതിമത ഭേദമന്യേ പനിനീർ പുഷ്പങ്ങൾ പ്രസാദമായി നൽകുന്ന ഒരു പള്ളിയുണ്ട് തൃശ്ശൂരിൽ. എറവുകപ്പൽ പള്ളിയിലാണ് കർണാടകയിലെ പൂപ്പാടങ്ങളിൽ നിന്നും എത്തിച്ച 10,000-ൽ പരം വിവിധ വർണ്ണങ്ങളിലുള്ള പൂക്കൾ നൽകി റോസാപ്പൂ പെരുന്നാളിന് തുടക്കമിട്ടത്. കപ്പൽ പള്ളി പോലെ തന്നെ പ്രശസ്തമാണ് ഇവിടത്തെ റോസാപ്പൂ വിതരണവും. തിരുനാളിന് മുന്നോടിയായുള്ള ആദ്യ ചടങ്ങാണ് റോസാപ്പൂ വിതരണം. ഇതിനായി കർണാടകയിലെ പൂപ്പാടങ്ങളിൽ നിന്ന് ശേഖരിച്ച 10,000-ലധികം റോസാപ്പൂക്കളാണ് പള്ളിയിൽ എത്തിക്കുക. ഫസ്റ്റ് റെഡ്, ഗ്രാൻഡ് ഗാല, താജ്മഹൽ, റെഡ് റിബൺ, റോയൽ ക്ലാസ് എന്നീ ഇനങ്ങളിലുള്ള ചുവപ്പ്, റോസ്, മഞ്ഞ, ഓറഞ്ച്, പിങ്ക്, പർപ്പിൾ, വെള്ള, ഗോൾഡൻ, റെഡ് ടീ, നീല, റെഡ് ആൻഡ് വൈറ്റ് എന്നിങ്ങനെ 10 നിറങ്ങളിലുള്ള റോസാപ്പൂക്കളാണ് വിശ്വാസികൾക്ക് നൽകുക. തിരുനാളിന്റെ ഭാഗമായി നടക്കുന്ന പൂപ്രസാദം വാങ്ങാൻ വിവിധ ദേശങ്ങളിൽ നിന്ന് വരെ ആളുകളെത്തും. അത്ഭുതങ്ങളുടെ റോസാപ്പൂ പെരുന്നാൾ വീണ്ടും തൃശ്ശൂരിലെ അരിമ്പൂർ എറവ് ദേശത്തെ കപ്പൽ പള്ളിയിൽ തുടങ്ങിയിരിക്കുകയാണ്. നാനാജാതി മതസ്ഥരായ ആളുകൾ ഈ ദേവാലയത്തെ അങ്കണത്തിലേക്ക് കടന്നു വരികയും നേർച്ചയായി റോസാപ്പൂക്കൾ വാങ്ങി ഒരു വർഷത്തോളം അത് അവരുടെ വീടുകളിൽ വെച്ച് അവരത് പ്രത്യേകമായി പുണ്യവതിയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സെന്റ് തെരാസസ് കപ്പൽ പള്ളിയിലെ തിരുനാളാണ് ആചാരരീതികളിൽ വർണ്ണവൈവിധ്യം നിലനിർത്തുന്നത്. പുഷ്പകിരീടം ശിരസിൽ ധരിച്ച് അൾത്താരയുടെ മുന്നിൽ അണിനിരന്നവർ റോസാപ്പൂക്കൾ ഉയർത്തിപ്പിടിച്ചപ്പോൾ ശംഷാബാദ് ആർച്ച് ബിഷപ്പ് മാർ പ്രിൻസ് പാണേങ്ങാടൻ മെത്രാപ്പൊലിത്ത ആശീർവാദ കർമ്മം നടത്തി. അമൃത ന്യൂസ്, തൃശൂർ.